അവസാന ഘട്ടം നിങ്ങളെല്ലാവരും കണ്ടതാണ്. പെട്ടെന്ന് സഭാ നടപടികൾ നിർത്തിവെക്കാനായിട്ടുള്ള ഒരു നാടകം അവിടെ അരങ്ങേറി. അതിലേക്ക് പ്രതിപക്ഷത്തെ നയിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ബോധപൂർവം മതപരവും പ്രാദേശികവുമായ വിഭജനം സൃഷ്ടിക്കാൻ ഒരു വിശാല സഖ്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി നുണകളുടെ നിർമ്മിതി വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിർമ്മിതികളുടെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോൾ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അവർ പ്രതീക്ഷിച്ചിരുന്നത് അടിയന്തര പ്രമേയം സാധാരണഗതിയിൽ കൈകാര്യം ചെയ്യുന്നത് പോലെ ആയിരിക്കും വരിക. അതോടുകൂടി ഈ നുണകൾ അന്തരീക്ഷത്തിൽ തുടർച്ചയായി നിലനിർത്തി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും ആ ഭിന്നിപ്പിൽ നിന്ന് തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും കഴിയും എന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ നമ്മുടെ നാട് ഒരേ മനസ്സോടുകൂടി നിൽക്കണമെന്നും വിഭജനവും വൈര്യവും സാമുദായികമായോ പ്രാദേശികമായോ ഉണ്ടാകരുത് എന്ന ഉറച്ച നിലപാടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അടിയന്തര പ്രമേയം അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് 12 മണിക്ക് തന്നെ ഈ ചർച്ചയ്ക്ക് തീരുമാനിച്ചത്. സാധാരണഗതിയിൽ ആ ചർച്ചയിലൂടെ ഇതേവരെ കെട്ടിപ്പൊക്കിയ പല നുണകളും തുറന്നു കാട്ടപ്പില്ലാതെ സ്പീക്കറുടെ മേശപ്പുറത്തേക്ക് വരെ വലിഞ്ഞു കയറിക്കൊണ്ട് ഈ സഭാ നടപടികളാകെ അലങ്കോലമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അത്തരമൊരു പ്രകോപനം ഒരു തരത്തിലും ഒരു ഭാഗത്തുണ്ടായിട്ടില്ല. കേരള നിയമസഭയിൽ ഏറെക്കാലം പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ആദ്യം പറഞ്ഞ ഭാഗം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ സഭയുടെ ഒരു നിലവാരമുണ്ടായിരുന്നു.